വിശുദ്ധ വേദപുസ്തകത്തിൽ 3294 ചോദ്യങ്ങളുണ്ടത്രേ. യഹോവയാം ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനോട് നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് തുടക്കം ആരംഭിക്കുകയാണ്. യേശു കർത്താവും സുവിശേഷങ്ങളിൽ കൂടി 307 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഉത്തരങ്ങൾ അറിയാത്തത് കൊണ്ടല്ല വേദപുസ്തകത്തിൽ ചോദ്യങ്ങളുള്ളത്, പകരം മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ തന്നെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കി അവരെ തന്നെ വിലയിരുത്തി ഉത്തരങ്ങൾ അറിയേണ്ടിയിരുന്നു. ഇവയിൽ ഒരു ചോദ്യം അത്രേ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം. വേർ ദർ നോട്ട് 10 ക്ലെൻസ്ഡ് ബട്ട് വേർ ആർ ദി 9? 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? 10 കുഷ്ഠരോഗികളും യേശുവിന് എതിർപ്പെട്ടവരായിരുന്നു. അവർ 10 പേരും യേശുവിനെ ദൂരവേ കണ്ടവരായിരുന്നു. അവർ 10 പേരും യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞവരായിരുന്നു. അവരെ 10 പേരെയും യേശു കർത്താവ് സൗഖ്യമാക്കുകയുണ്ടായി. എന്നാൽ അവരിൽ ഒരുത്തൻ മാത്രം തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. അവനൊരു ശമരിയാക്കാരനായതുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലയോ? ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നത് യേശു കർത്താവിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിന് തയ്യാറായത് 10 പേരിൽ ഒരുവൻ മാത്രം. അവനോട് യേശു കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ശാരീരികമായ സൗഖ്യത്തിനനന്തരം യേശുവിലുള്ള വിശ്വാസത്തിന് വളർച്ചയുണ്ടാകേണ്ടിയിരിക്കുന്നു. 9 പേർക്ക് ശാരീരിക സൗഖ്യം ലഭിച്ചു. എന്നാൽ ഈ ശമരിയക്കാരന് ശാരീരിക സൗഖ്യത്തോടൊപ്പം ആത്മസൗഖ്യവും ലഭിച്ചു. 9 പേർക്ക് സമൂഹത്തിൽ പ്രവേശനം ലഭിച്ചു. ഈ ഒരുവന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. 9 പേർക്ക് ഭൗതികമായ തൊഴിൽ ലഭിച്ചു. ഈ ഒരുവൻ ക്രിസ്തു ശിഷ്യനായി. 9 പേർക്ക് പുതിയ അവസരം ലഭിച്ചു. അവർ വീട് വെച്ചു, വിവാഹം കഴിച്ചു, സുഖമായി ജീവിച്ചു. എന്നാൽ ഈ ഒരുവന് ഭാഗ്യകരമായ പ്രത്യാശ ലഭിച്ചു. നാമും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി യേശു കർത്താവിനെ സമീപിക്കാറുണ്ട്. നമ്മുടെ അപേക്ഷയുടെ ഉത്തരം കിട്ടിയ അനന്തരം നമ്മിൽ പലരും പൊടിയും തട്ടി ദൈവസന്നിധിയിൽ നിന്നും എഴുന്നേറ്റ് പോകുകയല്ലേ പതിവ്? ഇതിനൊരു മാറ്റമുണ്ടാകട്ടെ. നമുക്ക് അപേക്ഷകൾ ഉണ്ടായാലും ഇല്ല എങ്കിലും, മറുപടി കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും, ക്രിസ്തു രാജ്യത്തിൽ ഓരോ ദിവസവും നാം വിശ്വാസത്തിൽ വളരുന്നവരായിരിക്കുകയും ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കുമായി മഹത്വം കൊടുക്കുന്നവരുമാകണം. ഡിയർ ഫ്രണ്ട്സ്, നാം ആരും ആ 9 പേരുടെ കൂട്ടത്തിലല്ല. മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞ ആ ഒരുവൻ്റെ കൂട്ടത്തിലാകട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.